ദീപക് ധർമ്മടം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക് ധർമ്മടം, തെരഞ്ഞെടുപ്പിൻ്റെ തീയതിയായിരിക്കുന്നു. മലബാറിൻ്റെ പൊതുവായ ചിത്രം ഈ ഘട്ടത്തിൽ പരിശോധിക്കുമ്പോൾ ഏത് തരത്തിലാണ്? ശക്തമായ മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളും ഇത്തവണ മലബാറിലുണ്ട്. പൊതുവായ ചിത്രത്തെ എങ്ങനെ വിലയിരുത്താം ദീപക് ധർമ്മടം? പൊതുവായ ചിത്രം കേരളം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നാണ്. ഏപ്രിൽ 26-നാണ് കേരളം പോളിംഗ് സ്റ്റേഷനിലേക്ക് ജനവിധി തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ എന്നാൽ ഒരു മാസം മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ എല്ലാ മുന്നണികളും ഏർപ്പെട്ടു. എന്നാൽ സംഘടനാപരമായ പ്രവർത്തനങ്ങളിൽ അതിനു മുൻപേ തന്നെ ഏർപ്പെട്ടു എന്നുള്ളതാണ്. ഇടതുമുന്നണിയാണെങ്കിൽ 6 മാസം മുൻപ് തന്നെ CPIM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റികൾ ബൂത്ത് കമ്മിറ്റികളാക്കി മാറ്റി, അവരുടെ മണ്ഡലതലത്തിലുള്ള കമ്മിറ്റികൾ ഉണ്ടാക്കി. കോൺഗ്രസിനാണെങ്കിൽ UDF-ന്റെ സിറ്റിംഗ് MP-മാർ, പ്രത്യേകിച്ചും സിറ്റിംഗ് MP-മാർ എല്ലാവരും മത്സരിക്കുമെന്ന ഒരു പ്രതീതി നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാ MP-മാരും തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രചാരണങ്ങൾ, ചില യാത്രകൾ എല്ലാം തന്നെ മണ്ഡലതലത്തിൽ നടത്തുകയുണ്ടായി. BJP ആണെങ്കിൽ ഇക്കുറി കേരളത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റമുണ്ടാക്കണം, അക്കൗണ്ട് തുറക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണം. പ്രധാനമന്ത്രി ആവർത്തിച്ച് കേരളത്തിലെത്തി. തൃശ്ശൂരിൽ, ഗുരുവായൂരിൽ, അതുപോലെ തന്നെ തൃപ്രയാറിൽ, എറണാകുളത്ത്, ഇന്നലെ പത്തനംതിട്ടയിൽ, ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ 3 മുന്നണികളും ഈ പ്രാവശ്യം ഈ രാഷ്ട്രീയത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളൊരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം അല്ലെങ്കിൽ പ്രഖ്യാപനം വരുന്നതിനും ഒരു മാസം മുൻപ് തന്നെ പ്രചാരണത്തിൽ മുന്നേറി എന്നുള്ളതാണ്. ഇനി എല്ലാ സ്ഥാനാർത്ഥികളും നമ്മൾ ഇന്നലെയൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പ്രചരണത്തിൻ്റെ രീതി മാറും, പ്രചരണം ക്രമീകരിക്കും എന്നുള്ള നിലയിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ശ്രീജിത്ത്, ഇനിയിപ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ മീനച്ചൂടിനേക്കാൾ ഏറുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറുമെന്നുള്ളതാണ് വസ്തുത. ശ്രീജിത്ത്, ശരി, ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്.